നസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ 4 ഫ്രണ്ട്സുകൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സ്നിഗ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട്. അപ്പോൾ അവർക്ക് കാറുണ്ട് ഇതേപോലെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിലാണ് കേട്ടോ പോയത്. ഞങ്ങൾ 4 ആളും കൂടിയാണ് പോയത്. പിന്നെ കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് ഈങ്ങാമ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഈ വനപർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യത്തെ യാത്ര തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ 1-2 ചെറിയ ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് വഴിയിൽ ഇറങ്ങിയിട്ട് ഇതാ ചായയും കട്ട്ലറ്റും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സ്നിഗ്ധ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ വഴിയിൽ നിന്ന് ഞങ്ങൾ രാവിലെ തിരക്കിട്ടൊക്കെ പോരുമ്പോൾ നല്ലോണം ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അവരുടെ ഡ്രൈവറാണ് കേട്ടോ. അവരുമാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് അവരാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. വനപർവ്വം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് വനങ്ങൾ കൂടി ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് വനപർവ്വം എന്നുള്ള ഒരു പേര് വന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങളാണ് കേട്ടോ. അതേപോലെ ചെറിയ ചെടികളും പിന്നെ വലിയ മരങ്ങളുമാണ് കൂടുതലായിട്ടുള്ളത്. ഔഷധങ്ങൾ തന്നെയാണ് കൂടുതലും. ഗൂഗിൾ മാപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ അതുവഴി പോയാൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലാത്ത തരം ഔഷധ സസ്യങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, കാട്ടുകള്ളൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, അപ്പോൾ ഒരു കാട്ടുകള്ളി എന്നുള്ള ചെടി. പിന്നെ അതേപോലെ ഒരുപാട് ഔഷധങ്ങളാണ് കേട്ടോ. അതേപോലെ ചെറിയ ചെടികളുണ്ട്, പിന്നെ അതേപോലെ വലിയ വലിയ മരങ്ങളും ഉണ്ട്. അവിടെ എത്തിയ പാടന്നെ അങ്ങോട്ട് കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഊഞ്ഞാലാണ് കേട്ടോ കണ്ടത്. പിന്നെ ഊഞ്ഞാലും വന്ന് തിമിർത്താടിക്കുകയാണ് കുറേ സമയം. നമുക്കതിന് ഇറങ്ങാനേ തോന്നില്ല. ചെറിയ കുട്ടികളെ പോലുള്ളൊരു മനസ്സായി പോയിട്ട് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ 4 ആളും. അപ്പോൾ അതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ 3 ഊഞ്ഞാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ കാത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മതി വരുന്നവരെ നമുക്ക് ആടാം. ഇവിടെ ചുറ്റും ഇങ്ങനെ കാടായതുകൊണ്ട് വലിയൊരു വെയിലൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് എയറുമാണ്. കാരണം ആ ഒരു വായുവിന് പോലും നമ്മുടെ ഔഷധങ്ങളുടെ ആ ഒരു സ്മെല്ലാണ് ഇവിടെ ഉള്ളത്. നിറയെ കാടും മരങ്ങളും ആയതുകൊണ്ട് തന്നെ മുകളിൽ ആകാശം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നട്ടുച്ചാണ് ഇപ്പോൾ. വെയിൽ പോലും മര്യാദയ്ക്ക് കൊണ്ട് എത്തുന്നില്ല. നല്ലൊരു തണുപ്പും നല്ലൊരു കാറ്റും ഒക്കെ കൂടി നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് അവിടെ. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനും സംസാരിക്കാനും അങ്ങനത്തെ കുറേ സൗകര്യങ്ങളുള്ള ഒരു സ്പേസും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. ഇപ്പോൾ കാണുന്നിടത്ത് മുഴുവനും ഔഷധ സസ്യങ്ങൾ തന്നെയാണ്. ഇവിടെ 80% മരങ്ങളും ഇതേപോലെ മെഡിസിൻ ചെടികളാണ്. അപ്പോൾ 250 ഇനം മെഡിസിൻ ചെടികൾ ഇവർ സംരക്ഷിച്ച് പോരുന്നുണ്ട്. പിന്നെ സംരക്ഷിക്കപ്പെടാത്ത കുറേയേറെ മരങ്ങൾ അതും ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഓർക്കിഡ് പാർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഓർക്കിഡൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുകളൊന്നും അധികം ഇങ്ങനെ എത്തിപ്പെടാത്തതുകൊണ്ടായിരിക്കും വല്ലാത്തൊരു വലിയൊരു രീതിയിലുള്ളൊരു ശേഖരമൊന്നും അവിടെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓർക്കിഡുകൾ. പിന്നെ ഇവിടെയുള്ള ഈ ഒരു കാടുണ്ടല്ലോ, ഒരു 36 ഏക്കർ സ്ഥലമാണ് സന്ദർശകർക്ക് അവർ അനുവദിച്ചിട്ടുള്ളത്. ഈ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവധി ദിവസത്തെ ക്യാമ്പുകളൊക്കെ ഇവിടെ നടത്തി വരുന്നുണ്ട്. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് കുറേയൊക്കെ അങ്ങനെ അതൊക്കെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ചിത്രശലഭ പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ 300ഓളം ഇനം ചിത്രശലഭങ്ങളാണ് ഈ മലയോരത്തുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചിത്രശലഭങ്ങളെ കുറച്ചല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 300ഓളം ഇനങ്ങൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവിടെ ബോർഡിൽ അവരുടെയൊക്കെ ഈ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഇനങ്ങളാണെന്നുള്ളത് ഇവിടെ ഇവിടെ കണ്ടാലും മനസ്സിലാവും. പിന്നെ ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ജന്മനക്ഷത്ര മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഓരോരുത്തരുടെ നാള് പേരുള്ള മരങ്ങളാണ് കേട്ടോ ഉള്ളത്. അശ്വതി ഭരണി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ അതല്ല കേട്ടോ, അശ്വതി ഭരണി അല്ല, അതേപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനത്തെ കുറേയേറെ മരങ്ങളുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ധാരാളം കള്ളിമുൾ ചെടികളുണ്ട്. ഈ കള്ളിമുൾ ചെടീൻ്റെ ഒരു വിവിധ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. 2011 ഫെബ്രുവരിയിലാണ് നമ്മുടെ മന്ത്രിയായിരുന്ന വിനോയ് വിശ്വം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഈ ഒരു പാർക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ഉദ്ദേശപ്രകാരമാണ് ഈ ഒരു പാർക്ക് ജനങ്ങൾക്കും കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെ ആയിട്ട് ഈ ഓപ്പൺ ആയി കൊടുത്തിട്ടുള്ളതും. പിന്നെ വിവിധ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നമ്മുടെ കൊറോണ വന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിലച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേശ്ശായിട്ട് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുണ്ട്, ആളുകളൊക്കെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ.
ഞങ്ങളിവിടെ വന്ന സമയം നല്ല വെള്ളമൊന്നും ഇല്ലാത്ത സമയം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സമയത്ത് വരണ്ട്. ഇനി അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അന്നിപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റൂല കേട്ടോ. ചുറ്റും വെള്ളമായിരിക്കും ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ആ വെള്ളത്തിൽ കളിക്കുക, ഇറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുത്തൊരു കാലാവസ്ഥയായിരുന്നു. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി അതൊന്നും അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം ഒന്നാമതെന്ന് വെച്ചാൽ കാടാണല്ലോ ചുറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ തിരക്കും ബഹളവും അതൊന്നും ഇല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ പാറപ്പുറത്ത് ഇരിക്കാനും ആ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ. ചെറിയ കുട്ടികളായി പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. ആ ഊഞ്ഞാൽ കണ്ടപ്പോഴും ഈ ഒരു വെള്ളം കണ്ടപ്പോഴും. പിന്നെ നല്ല വഴുക്കുണ്ട് കേട്ടോ. വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നല്ല വഴുക്കുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പരസ്പരം കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ അവിടേക്കൊക്കെ വരുന്നതും കയറിയതും ഇറങ്ങിയതും ഒക്കെ. പിന്നെ മേലെ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പോകുക കേട്ടോ ഞങ്ങൾ. പക്ഷേ അവിടെ വെള്ളച്ചാട്ടം പോയിട്ട് വെള്ളത്തിൻ്റെ ഒരു നാര് പോലും ഇല്ല ഇനി. അപ്പോൾ ഈ നല്ല വേനലാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ വറ്റി ഇതായിട്ടുണ്ട്. പക്ഷേ നല്ല അങ്ങോട്ടൊക്കെ കയറാനുള്ള നല്ല റോഡുകളുണ്ട് കേട്ടോ. റോഡ് വെച്ചാൽ ഇതേപോലെ ഈ കരിങ്കല്ല് പാകിയിട്ടുള്ള നല്ല വഴികളുണ്ട്. ആ പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ വനപർവ്വത്തിൽ വന്നാൽ ശരിക്കും ഒരു കാടിനറിഞ്ഞ് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ കാടിൻ്റെ ഭംഗി അറിയാത്തതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിപ്പെടാത്തത്. ഒന്നാമത്തെ ഇവിടെ അങ്ങനെ ആരും ഇങ്ങനെ എന്താ പറയുക ആരും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. പുറത്തേക്കൊന്നും ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല സ്ഥലം കാണുമ്പോൾ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവിടെ ചില കുട്ടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന അത് കണ്ടിട്ട് അവരെ കളിയാക്കിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ യാത്ര ചെയ്തത്. പിന്നെ ഞങ്ങൾ ലേഡീസ് മാത്രം തന്നെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്ഥലത്താണ് കേട്ടോ വെള്ളച്ചാട്ടം. ഇതിന് ഈ പാർക്ക് എന്തോ ഒരു മുയൽപ്പാറന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് മറന്നുപോയി. പിന്നെ അതാ ഇവിടെ വേറൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്നൊരു സ്ഥലമുണ്ട്. ഇതാണ് ഏറ്റവും മുകളിലുള്ളത്. പിന്നെ താഴോട്ടുള്ള സ്ഥലത്തൊന്നും വെള്ളമില്ല കേട്ടോ. ഇതേപോലെ ചെറിയതാ ഇങ്ങനെ ഒരു നാര് പോലെയുള്ള വെള്ളങ്ങളേ ഉള്ളൂ. താഴോട്ട് പിന്നെ നല്ല ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല വെള്ളച്ചാട്ടം വരുന്ന സ്ഥലത്തൊന്നും വെള്ളമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഏറ്റവും ഹൈറ്റിൽ വരുന്നതാണ്. കുറച്ച് വെള്ളമുണ്ട് ഇവിടെ. നിറയെ വെള്ളമുള്ള സമയത്ത് നല്ല ഡേഞ്ചർ ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കടക്കരുത് ഇറങ്ങരുത് എന്നൊക്കെ. ഇപ്പോൾ പിന്നെ വെള്ളമൊന്നും ഇല്ലാത്തതിനോട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗാർഡുകളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇവിടെ നല്ല ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറേ സമയം ആ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ അതിൻ്റെ ഫുള്ള് ആ ഒരു വനത്തിൻ്റെ ഫുള്ള് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം കുറവാണല്ലോ. പിന്നെ നമ്മൾ അവിടെ വെള്ളത്തിൽ കളിച്ചാലും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഡ്രസ്സിങ് റൂം ഉണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് നമ്മൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ലോണം വെള്ളത്തിലൊക്കെ നനഞ്ഞ് ഡ്രസ്സ് കൊണ്ടുവന്നപോലൊക്കെ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് എത്തുമ്പോഴത്തേനെ തന്നെ നമ്മളെ ഡ്രസ്സൊക്കെ ഉണങ്ങുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ആയി തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡ്രസ്സിങ് റൂം ഉള്ളതിനെ കൊണ്ട് അത് നല്ല സൗകര്യമായി. കുറേ സ്ഥലത്തേക്ക് നമുക്ക് കാടിൻ്റെ ഉള്ളോട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഏരിയ ഉണ്ട്. പിന്നെ ചില സ്ഥലത്തേക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഏരിയ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ പല സ്ഥലത്തേക്ക് റോഡുകളുണ്ട്. അതിലേ നമുക്ക് ഇങ്ങനെ പോയാൽ കുറേ ഉള്ളോട്ട് കാടിൻ്റെ അടുത്തൊക്കെ എത്താം. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എടുത്തിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഉച്ചക്കലേക്കുള്ള ഫുഡൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കേണ്ട, ഇതേപോലെ ഞങ്ങൾ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ മുമ്പ് ഇതേപോലെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴ കിട്ടിയിട്ടുണ്ടേനും. വയനാട്ടിൽ പോയിനല്ലോ. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് നല്ല മഴ ആയിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചുറ്റും വെള്ളമുണ്ട്. പിന്നെ അതേപോലെ പാറൻ്റെ പുറത്ത്, പിന്നെ അതേപോലെ കാടിൻ്റെ ഉള്ളിൽ അതൊക്കെ നല്ലൊരു രസമായി തോന്നിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനിയും ഇൻഷാ അല്ലാഹ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും. ഈ വേനൽക്കാലത്തായതുകൊണ്ട് കേട്ടോ ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാനേ പറ്റൂല. അത്രക്കും വെള്ളം ഉണ്ടാവലുണ്ട് എന്നാണ് പറഞ്ഞത് അവിടുത്തെ ഗാർഡൊക്കെ. അപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാ സ്ഥലത്തും വെള്ളം പറ്റിയതോടുകൂടി ഇവിടെയും വെള്ളം പറ്റുന്നത്. അത്രയെങ്കിലും വെള്ളം ഉണ്ടല്ലോ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്.
ഇങ്ങനെ ഞങ്ങൾ നാലാളും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ ഈ പഴയ സ്കൂൾ കാലം ഓർമ്മ വന്നിട്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തല്ലേ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അടുത്തുള്ളത് അവർക്കും കൊടുത്ത് ഓരോ നമ്മളും കഴിച്ച് നല്ല ആരായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതാ ഈ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അത് അപ്പുറത്ത് കടക്കണം. ആ കടക്കൽ ഇപ്പോൾ കാണുന്ന മാതിരി അല്ല കേട്ടോ, നല്ല ആഴമുള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് കടന്ന് അവിടെ ഇരുന്ന് കുറേ സമയം ഇങ്ങനെ ചിരിയും കളിയും തമാശയൊക്കെ പറഞ്ഞ് കുത്തിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോരാനേ ഉള്ളൊരു മനസ്സില്ല എല്ലാവർക്കും. പിന്നെ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണം, മഴക്കാലമായിട്ട് വരണം എന്നുള്ള ആ ഇനിയിപ്പോൾ ഒരു വേനൽക്കാലത്തുള്ള ഒരു ഭംഗി നമ്മളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലത്തുള്ള മഴ കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ഭംഗി ഉണ്ടാവും. ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്, വെള്ളച്ചാട്ടവും ചുറ്റും വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ ആകുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സങ്കടം പോലെ ആയിട്ടോ, കാരണം നിറയെ വെള്ളമുള്ള സ്ഥലമല്ലേ ഇനിയെന്ന് വെച്ചിട്ട്. പിന്നെ തിരിച്ച് വരുമ്പോൾ വീണ്ടും ഞങ്ങൾ ആ ഊഞ്ഞാല ആടാൻ പോയിട്ടോ. ഊഞ്ഞാല നേരത്തെ തന്നെ ആടിയിട്ട് നമുക്ക് മതിയായിട്ടില്ല ഇനി. അങ്ങനെ ഞങ്ങൾ കുറേ ആടി തിമിർത്തിട്ടോ, കുട്ടികളെ പോലെ തോന്നി. പിന്നെ ഇതേപോലെ വേറെ ഒരു വഴികളുണ്ട്, അതിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി നോക്കുകയാണ്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കുള്ള ക്യാമ്പുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കലുണ്ട്. അപ്പോൾ കുട്ടികളും മാഷുമാരും ടീച്ചർമാരും എല്ലാം കൂടി ഇങ്ങനെ ഈ വഴിക്ക് അങ്ങനെ നടന്ന് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കുട്ടികൾക്ക്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരാനൊന്നും ഇല്ലാത്തതിനോണ്ട് നമ്മളിങ്ങനെ അവിടെയുള്ള ബോർഡുകൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുക എന്നല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി മരങ്ങൾ കണ്ടിട്ടോ, അത് നല്ല സന്തോഷമായിട്ട് നമുക്ക് കേട്ടിക്കണമെങ്കിലും പിന്നെ ഇതൊന്നും കണ്ടില്ലല്ലോ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അരയിൽ കെട്ടുമല്ലോ, ഇടംപിരി വലംപിരി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ അത് കണ്ടിട്ടുമുണ്ട്, കുട്ടികൾക്കൊക്കെ കെട്ടി കൊടുത്തിട്ടുമുണ്ട്. അതിൻ്റെ ഒരു മരമാണ് കേട്ടോ. ഇന്നാണ് ആ ഒരു ശംഖ് പോലത്തെ ഒരു സാധനമാണ് അരയെ കെട്ടിക്കൊടുക്കൽ, അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ നമ്മൾ എണ്ണ കാച്ചണ അത് എന്താണ് അതിൻ്റെ പേര്, എന്തോ ഒരു പേരുണ്ട്, എനിക്ക് മറന്നു പോയിട്ടോ. അപ്പോൾ എന്തു പറഞ്ഞാലും ആ ഒരു കാട്ടിൽക്കൂടെയുള്ളൊരു യാത്ര എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുണ്ടായിന് കേട്ടോ, നല്ല രസമുണ്ടായിന്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഫസ്റ്റ് തന്നെ കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടോ. ആ ഊഞ്ഞാലൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ അതുള്ളത്. അപ്പോൾ ഇവിടെ അവർ നല്ല ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നാണ്, നമ്മളെക്കൊണ്ടും കളിപ്പിച്ചിട്ടോ. അപ്പോൾ നമുക്കൊന്നും ഡാൻസൊന്നും അത്ര അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മളിത് രണ്ടാളും കണ്ട് ആസ്വദിച്ച് ഓല് രണ്ടാളും കേട്ടോ കളിച്ചത്. സ്നിഗ്ധയും മിനിയേച്ചിയും തിരിച്ച് വരുന്ന സമയത്ത് സ്നിഗ്ധൻ്റെ ഓഫീസിലത്തെ മുതലാളിനെ കണ്ടിട്ടുണ്ട് ഇനി വഴിയിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാവൽസ് നടത്തുകയാണെന്ന്. അപ്പോൾ അവർ ഞങ്ങൾക്ക് മസാല ദോശയും ചായയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഇനി വരുന്ന വഴിക്ക് ഞങ്ങൾ വീട് ഏകദേശം അടുത്തെത്താനായ സമയത്താണ് ഈ ഒരു തൂക്കുപാലം കണ്ടത് കേട്ടോ. അവിടെ കയറി ഇറങ്ങിയൊക്കെ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.